ഇനി വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് കണ്ടെത്തിയെന്ന് സമ്മതിച്ച് കേന്ദ്ര സർക്കാർ. 2 ഇടങ്ങളിൽ ക്രമക്കേട് നടന്നതായി വിവരം ലഭിച്ചെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. നീറ്റ് പരീക്ഷ വിദ്യാർത്ഥി വിരുദ്ധമാണെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ കുറ്റപ്പെടുത്തി. നീറ്റ് പരീക്ഷയിൽ ക്രമക്കേടുണ്ടെന്നാരോപിച്ച് വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെയാണ് വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ കേന്ദ്രമന്ത്രിയുടെ തുറന്നു പറച്ചിൽ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ക്രമക്കേടിൽ പങ്കുണ്ടെങ്കിൽ വെറുതെ വിടില്ലെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. उसमें कोई भी बड़े अधिकारी हो, एनटीए की कितने भी बड़े दायित्वधारी हो, अगर वो उनमें गुनहगार पाए जाएंगे उनको भी छोड़ा नहीं जाएगा। और एनटीए में बहुत सुधार की आवश्यकता है। कुछ विषय एनटीए एक स्वायत्त संस्था था, लेकिन एनटीए की बारे में सुधारने की बहुत आवश्यकता है। सरकार उसके ऊपर भी चिंता कर रही है. ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്നും ക്രമക്കേടില്ലെന്നും ആവർത്തിക്കുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് കനത്ത തിരിച്ചടിയാണ് മന്ത്രിയുടെ പ്രസ്താവന. ഗ്രേസ് മാർക്ക് നൽകിയ 1563 ഉദ്യോഗാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ നടത്താൻ സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു. എക്കാലത്തും നീറ്റ് പരീക്ഷയ്ക്കെതിരെ നിലപാട് സ്വീകരിച്ച തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ വിമർശനം കടുപ്പിച്ചു. വ്യാപക ക്രമക്കേടും അഴിമതിയും ഇത്തവണ പരീക്ഷയിൽ നടന്നു. പരീക്ഷ വിദ്യാർത്ഥി വിരുദ്ധമാണെന്നും നിർത്തലാക്കണമെന്നും എം.കെ. സ്റ്റാലിൻ പറഞ്ഞു. 24 ഡൽഹി. തിരുത്തേണ്ട പ്രവണതകൾ തിരുത്തണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പാർട്ടിയിൽ തിരുത്തൽ ആവശ്യമെന്ന് മുതിർന്ന CPIM നേതാവ് ഡോക്ടർ ടി.എം. തോമസ് ഐസക്. തുറന്ന മനസ്സോടെ ജനങ്ങളെ കേൾക്കാൻ തയ്യാറാകണം. സൈബർ പോരാളികളുടെ ഇടപെടൽ വിപരീത ഫലമുണ്ടാക്കിയെന്നും ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തോമസ് ഐസക് വിമർശിച്ചു. അതിനിടെ തോൽവിയുടെ കാരണങ്ങൾ പരിശോധിക്കാൻ CPIM നേതൃയോഗങ്ങൾ തുടങ്ങി. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എലിയനേഷൻ വന്നത്? പാർട്ടി പ്രവർത്തകരുടെ ഒരു പെരുമാറ്റ ശൈലി അത് തൃപ്തികരമല്ലതാണ്. അഴിമതി സംബന്ധിച്ചിട്ടുള്ള പല ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്. അതിലുള്ള ദേഷ്യമാണ്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയുള്ള ആത്മവിമർശനത്തിൽ പാർട്ടിയിൽ തിരുത്തൽ വേണമെന്ന് സമ്മതിക്കുകയാണ് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ ടി.എം. തോമസ് ഐസക്. തുറന്ന മനസ്സോടെ ജനങ്ങളുടെ വിമർശനങ്ങൾ കേൾക്കണം. പാർട്ടി അനുഭാവികളുടെ പോലും വോട്ട് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായെന്നും തോമസ് ഐസക്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളോടുള്ള വലിയ അനിഷ്ടമാണ്. തങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടാതെ വന്നപ്പോൾ ഉണ്ടായ ദേഷ്യം അതിൻ്റെ ഒന്നാണ്. അവരെങ്ങനെയാണ് ഇതുവരെ കൂടെ നിന്ന സ്ഥലത്ത് നിന്നും മാറിയത്? ഇതൊക്കെ തുറന്ന് പരിശോധിക്കേണ്ടി വരും. സൈബർ സഖാക്കൾ ഉപയോഗിക്കുന്ന ഭാഷ നിഷ്പക്ഷരെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്നുവെന്നും തോമസ് ഐസക്കിന്റെ വിമർശനം. അതേസമയം CPIMൽ ഇപ്പോൾ നടക്കുന്നത് നേതാക്കൾ തമ്മിലുള്ള പോരെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ കുറ്റപ്പെടുത്തൽ. CPM നേരിടുന്നത് ഡീജനറേഷനാണ്, ജീർണതയാണ്. ആ ജീർണത ആണ് നേതാക്കന്മാർ തമ്മിലുള്ള പോരാണ് കാണുന്നത്. ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് നിങ്ങൾക്ക് സംഭവിക്കില്ലേ എന്ന് ഇപ്പം ഞങ്ങൾ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കേണ്ട സ്ഥിതിയിലാണ്. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ പരിശോധിക്കാൻ CPIM നേതൃയോഗങ്ങൾ തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. CPI തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ യോഗത്തിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ രൂക്ഷ വിമർശനം. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമെന്നും മുഖ്യമന്ത്രി മാറാതെ ഭരണം നന്നാകില്ല എന്നും വിമർശനമുയർന്നു. പൗരത്വ യോഗങ്ങൾ മതയോഗങ്ങളായി മാറിയെന്നും അംഗങ്ങൾ കുറ്റപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ വേണ്ടി ചേർന്ന CPI ജില്ലാ കൗൺസിൽ യോഗത്തിലാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ ഗുരുതര വിമർശനം ഉയർന്നത്. മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള അഴിമതി ആരോപണവും തിരിച്ചടിയായി. തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായത് ഭരണവിരുദ്ധ വികാരമാണ്. മന്ത്രിമാരുടെ പ്രകടനം മോശമാണെന്നും ജില്ലാ കൗൺസിലിൽ ചില അംഗങ്ങൾ വിമർശനമുയർത്തി. ന്യൂനപക്ഷ പ്രീണനം പരിധി വിട്ടത് തിരിച്ചടിയായെന്നാണ് ഒരംഗം പറഞ്ഞത്. പൗരത്വ യോഗങ്ങൾ മതയോഗങ്ങളായി മാറി. യോഗങ്ങളിൽ മതമേധാവികൾക്ക് അമിത പ്രാധാന്യം കൊടുത്തു. രാഷ്ട്രീയ ക്യാമ്പയിന് പകരം മതസംഘടനകളുടെ യോഗമായി മാറിയെന്നും ഈഴവ പിന്നോക്ക വിഭാഗങ്ങൾ ഇടതുപക്ഷത്തെ കൈവിട്ടുവെന്നും ചില അംഗങ്ങൾ പറഞ്ഞു. നവകേരള സദസ്സ് ദൂർത്തായി മാറിയെന്നാണ് ജില്ലാ കൗൺസിലുണ്ടായ മറ്റൊരു വികാരം. ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് പണപ്പിരിവ് നടന്നുവെന്നാണ് വിമർശനമുയർന്നത്. PP സുനീറിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിത്വത്തിനെതിരെയും ചില അംഗങ്ങൾ രംഗത്ത് വന്നു. ന്യൂനപക്ഷമെന്ന പരിഗണനയിലാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത്. ഇത് CPIയുടെ രീതിയല്ല. CK ചന്ദ്രപ്പന്റെയും വെളിയം ഭാർഗവന്റെയും കാലത്തെ പോലെ തിരുത്തൽ ശക്തിയാകാൻ CPIക്ക് കഴിയുന്നില്ലെന്നും ചില അംഗങ്ങൾ കുറ്റപ്പെടുത്തി. 24 തിരുവനന്തപുരം. വീണ്ടും വർഗീയ പരാമർശവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. LDFും UDFും അതിരുവിട്ട മുസ്ലിം പ്രീണനം നടത്തുകയാണെന്ന് യോഗനാഥത്തിൽ എഴുതിയ ലേഖനത്തിൽ വെള്ളാപ്പള്ളി ആരോപിച്ചു. ക്രൈസ്തവർ BJPയെ രക്ഷകരായി കണ്ടെന്നും വെള്ളാപ്പള്ളി നടേശൻ ലേഖനത്തിൽ വിശദീകരിക്കുന്നു.
യോഗനാഥത്തിന്റെ ഇന്നിറങ്ങിയ പതിപ്പിലെ മുഖപ്രസംഗത്തിലാണ് LDFനും UDFനും വെള്ളാപ്പള്ളി നടേശന്റെ കുറ്റപ്പെടുത്തൽ. ഒഴിവ് വന്ന 3 രാജ്യസഭാ സീറ്റുകളിലേക്ക് LDFും UDFും 2 മുസ്ലിങ്ങളെയും 1 ക്രിസ്ത്യാനിയെയും നാമനിർദ്ദേശം ചെയ്ത കാര്യം താൻ വിളിച്ചു പറഞ്ഞതിനെ പാതകമായി ചിത്രീകരിക്കുകയാണെന്ന് വെള്ളാപ്പള്ളി. സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ ഇരു മുന്നണികളുടെയും മുൻഗണന മതത്തിനാണ്. ഹൈന്ദവ ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ ന്യൂനപക്ഷങ്ങളെ സ്ഥാനാർത്ഥികളാക്കുമ്പോൾ മലപ്പുറത്തും കോട്ടയത്തും മാറി ചിന്തിക്കാൻ ധൈര്യമില്ല. പിന്നാക്ക പട്ടിക വിഭാഗ സമൂഹത്തിന്റെ വിശ്വാസത്തെ CPIMും CPIയും ന്യൂനപക്ഷ പ്രീണനത്തിനായി ബലികഴിച്ചു. മുസ്ലിം ലീഗിന്റെയും കുറെ മുസ്ലിം സംഘടനകളുടെയും കടന്നുകയറ്റം സഹിക്കാനാവാതെ വന്നപ്പോൾ ക്രൈസ്തവർ BJPയെ രക്ഷകരായി കണ്ടെന്നും വെള്ളാപ്പള്ളിയുടെ നിരീക്ഷണം. യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുന്നതിന്റെ പേരിൽ രക്തസാക്ഷിയാകാനും തയ്യാറാണെന്നും വെള്ളാപ്പള്ളി നടേശൻ യോഗനാഥം എഡിറ്റോറിയലിൽ പറയുന്നു. 24 ആലപ്പുഴ. വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് ഫേസ്ബുക്കിൽ നിന്ന് പിൻവലിച്ച് മുൻ MLAയും CPM നേതാവുമായ KK ലതിക. ഇതിന് പിന്നാലെ ഫേസ്ബുക്ക് അക്കൗണ്ട് ലോക്ക് ചെയ്തു. KK ലതികയെ അറസ്റ്റ് ചെയ്യണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. വടകരയിൽ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച കേസിൽ യൂത്ത് ലീഗ് പ്രവർത്തകൻ മുഹമ്മദ് കാസിം കുറ്റക്കാരനല്ലെന്ന് പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിനു പിന്നാലെ ഈ സ്ക്രീൻഷോട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത KK ലതികയെയും സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവരെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് UDF പ്രതിഷേധം ശക്തമാക്കി. ഈ സാഹചര്യത്തിലാണ് KK ലതിക കാഫിർ സ്ക്രീൻഷോട്ടും അനുബന്ധ കുറിപ്പും പിൻവലിച്ച് ഫേസ്ബുക്ക് അക്കൗണ്ട് ലോക്ക് ചെയ്തത്. ഇതോടെ വിവാദത്തിൽ KK ലതികയുടെ പങ്ക് വ്യക്തമായതായി കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ. KK ലതിക സ്ക്രീൻഷോട്ട് ഇന്ന് പിൻവലിക്കാൻ ഹൈക്കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു. പൊതുസമൂഹത്തിനോട് KK ലതിക മാപ്പ് പറയണം, അല്ലെങ്കിൽ CPM അവരെ തള്ളിപ്പറയണം. KK ലതികയെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശ ദിവസമാണ് വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിച്ചത്. വിഷയത്തിൽ കേസെടുത്ത പോലീസ് KK ലതിക ഉൾപ്പെടെ 12 പേരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. 24 കോഴിക്കോട്. കോയമ്പത്തൂർ മധുക്കരയിൽ മലയാളി യുവാക്കളെ ആക്രമിച്ച കവർച്ചാ സംഘത്തിലെ 4 പേർ പിടിയിൽ. ഒരാൾ സൈനികനാണ്. 4 പേരും പാലക്കാട് ചിറ്റൂർ സ്വദേശികളാണ്. കുഴൽപ്പണ സംഘമാണെന്ന് തെറ്റിദ്ധരിച്ചാണ് യുവാക്കളെ കവർച്ചാ സംഘം ആക്രമിച്ചത്. പരാതി പറയാനെത്തിയപ്പോൾ കുന്നത്തുനാട് പോലീസ് പരിഹസിച്ചു എന്ന യുവാക്കളുടെ പരാതിയിൽ എറണാകുളം റൂറൽ SP അന്വേഷണം ഉറപ്പു നൽകി. 24 ഇംപാക്ട്. കോയമ്പത്തൂർ മധുക്കര ഹൈവേ റോബറി കേസിലാണ് സൈനികനടക്കം 4 പേരെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. മദ്രാസ് റെജിമെന്റിലെ സൈനികൻ വിഷ്ണു ഉൾപ്പെടെയുള്ള 4 അംഗ സംഘമാണ് പോലീസ് പിടിയിലായത്. ഈ മാസം 14-ാം തീയതി കോയമ്പത്തൂരിൽ നിന്ന് എറണാകുളത്തേക്ക് യാത്ര ചെയ്ത മലയാളികളെ കോയമ്പത്തൂർ ബൈപ്പാസിലെ ടോൾ ബൂത്തിന് സമീപം ഹൈവേ റോബറി സംഘം ആക്രമിച്ച വാർത്ത 24 ആണ് ഇന്ന് രാവിലെ പുറത്തുവിട്ടത്. അക്രമികൾ വന്ന വാഹനം ഇടിച്ചു തെറിപ്പിച്ചാണ് യുവാക്കൾ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടത്. കുഴൽപ്പണം കടത്തിക്കൊണ്ടുവന്ന സംഘമെന്ന് കരുതിയാണ് പ്രതികൾ യുവാക്കളുടെ വാഹനം തടഞ്ഞു നിർത്തി ആക്രമിച്ചത്. ചിറ്റൂർ സ്വദേശികളായ ശിവദാസ്, രമേഷ് ബാബു, വിഷ്ണു, അജയകുമാർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിൽ 2 പേരെ കൂടി പിടികൂടാനുണ്ട്. പ്രതികൾ സഞ്ചരിച്ച വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോയമ്പത്തൂരിലെ അക്രമ സംഭവം നാട്ടിലെത്തിയ ശേഷം യുവാക്കൾ കുന്നത്തുനാട് പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ പരാതി കേട്ട ശേഷം തങ്ങൾ എന്തു ചെയ്യണമെന്നാണ് കുന്നത്തുനാട് പോലീസ് യുവാക്കളോട് ചോദിച്ചത്. ഈ വിവരം വാർത്തയായതോടെ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ആലുവ റൂറൽ SP DYSPക്ക് നിർദ്ദേശവും നൽകി. യുവാക്കളെ വിളിച്ച് SP വിശദാംശങ്ങൾ തേടുകയും ചെയ്തു. സേലം കോയമ്പത്തൂർ ദേശീയപാതയിൽ വാഹനയാത്രക്കാരെ ആക്രമിച്ച് പണം തട്ടുന്നത് പതിവാക്കിയ സംഘമാണ് പിടിയിലായതെന്ന സൂചനയും മധുക്കര പോലീസ് നൽകുന്നുണ്ട്. S ശ്യാംകുമാർ, 24 കൊച്ചി. പാലക്കാട് തൃത്താലയിൽ പോലീസുകാരനെ കാറിടിപ്പിച്ച ശേഷം കടന്നുകളഞ്ഞ കേസിൽ മുഖ്യപ്രതി പിടിയിൽ. ഞാങ്ങാട്ടിരി സ്വദേശി അലൻ അഭിലാഷാണ് പിടിയിലായത്. പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് അലൻ ഓടിച്ചിരുന്ന കാർ ഗ്രേഡ് SI PK ശശികുമാറിനെ ഇടിച്ചത്. പട്ടാമ്പിയിൽ നിന്നാണ് 19-കാരനായ പ്രതി അലനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. SIയെ വാഹനമിടിച്ച സമയത്ത് കൂടെ ഉണ്ടായിരുന്നത് സുഹൃത്തായ ഒറ്റപ്പാലം സ്വദേശി അജീഷ് ആണെന്ന് അലൻ മൊഴി നൽകി. അജീഷിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം. തൃത്താല വെള്ളിയാങ്കല്ല് മംഗലം ഭാഗത്ത് പോലീസ് വാഹന പരിശോധന നടത്തുകയായിരുന്നു. സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട കാറിനടുത്തേക്കെത്തിയ ഗ്രേഡ് SI ശശികുമാറിനെയും സംഘത്തെയും കണ്ട് യുവാക്കൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. കാർ തിരിക്കുന്നതിനിടെ SIയെ ഇടിച്ചതറിഞ്ഞിട്ടും യുവാക്കൾ നിർത്താതെ പോയി. കാർ കൊണ്ട് നിൽക്കണ്ടിട്ട് പോലീസ് വണ്ടി അവിടുന്ന് വന്നു. പോലീസ് വണ്ടി മുമ്പിൽ നിർത്തിയ നേരത്തെ ഈ ഒരു റിവേഴ്സ് എടുത്തിട്ട് പോയതാണ്. അപ്പോൾ നേരത്തെ അപ്പോഴേക്ക് SI ഇറങ്ങിയിട്ട് കൈ കാണിക്കാൻ വണ്ടി തടയാൻ വേണ്ടി നോക്കിയതാ. ഞാങ്ങാട്ടിരി സ്വദേശി അഭിലാഷിന്റെ ഉടമസ്ഥതയിലുള്ള ഫോക്സ് വാഗൻ പോളോ കാർ SIയെ ഇടിച്ചിട്ട ശേഷം
അമിത വേഗത്തിൽ പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ ഗ്രേഡ് SI ശശികുമാർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 24 പാലക്കാട്. സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന സർക്കുലർ കത്തിച്ച് വിമത വിഭാഗത്തിന്റെ പ്രതിഷേധം. അൽമായ മുന്നേറ്റത്തിന്റെ നേതൃത്വത്തിൽ കാക്കനാട് സെന്റ് ഫ്രാൻസിസ് പള്ളിയിലും വാഴക്കാലയിലും പ്രതിഷേധമുണ്ടായി. മഞ്ഞപ്ര പള്ളിയിൽ വികാരി സർക്കുലർ വായിച്ചു. അടുത്ത മാസം 3-നകം ഏകീകൃത കുർബാന നടപ്പാക്കിയില്ലെങ്കിൽ കർശന നടപടിയെന്നാണ് സഭാ നേതൃത്വത്തിന്റെ നിലപാട്. മാർപ്പാപ്പ നേരിട്ടിടപെട്ടിട്ടും സിറോ മലബാർ സഭയിലെ കുർബാന തർക്കം രൂക്ഷമാകുകയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന സിനഡ് സർക്കുലറിനെതിരെയാണ് നിലവിലെ പ്രതിഷേധം. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കീഴിലെ വിവിധ പള്ളികളിൽ വിമത വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധം അരങ്ങേറി. കാക്കനാട് സെന്റ് ഫ്രാൻസിസ് പള്ളിയിലും വാഴക്കാല സെന്റ് ജോസഫ് ചർച്ചിലും സർക്കുലർ കത്തിച്ചു. എളംകുളം ലിറ്റിൽ ഫ്ലവർ ചർച്ചിൽ സർക്കുലർ കോപ്പി കീറിയെറിഞ്ഞു. മുഴുവൻ പള്ളികളെയും ഞങ്ങളുടെ വിശ്വാസ സമൂഹം പ്രതിരോധിക്കാൻ സജ്ജമാകും. അതിൽ വെച്ചിരിക്കുന്ന ഞങ്ങൾ മുദ്രാവാക്യം തന്നെ ഇതാണ്: ഞങ്ങളുടെ പള്ളി, ഞങ്ങളുടെ അതിരൂപത, ഞങ്ങളുടെ വിശ്വാസം. ഇതിന് മൂന്നിലും ആരെയും അതിക്രമിച്ച് കടന്നു കയറാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതിനെ പ്രതിരോധിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. അതേസമയം കുർബാനയ്ക്കിടെ കാഞ്ഞൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്ന വിഭാഗം അൾത്താരയിൽ കയറി പ്രതിഷേധിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് ഉദയംപേരൂർ സുനഹദോസ് പള്ളിയിൽ വികാരി സർക്കുലർ വായിച്ചില്ല. എന്നാൽ മഞ്ഞപ്ര പള്ളിയിൽ വികാരി സർക്കുലർ വായിച്ചു. അടുത്ത മാസം 3-നകം ഏകീകൃത കുർബാന നടപ്പാക്കിയില്ലെങ്കിൽ കർശന നടപടിയെന്നാണ് സഭാ നേതൃത്വത്തിന്റെ നിലപാട്. 24 കൊച്ചി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് ഒഴിവാക്കണമെന്ന ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ പ്രസ്താവന ഇന്ത്യയിൽ സജീവ ചർച്ചയായി മാറുകയാണ്. EVM ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത ചെറുതല്ല എന്നാണ് US തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇലോൺ മസ്ക് എക്സിൽ കുറിച്ചത്. മസ്കിനെ പിന്തുണച്ച് പ്രതിപക്ഷവും എതിർത്ത് ഭരണപക്ഷവും രംഗത്തെത്തി. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നെന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് EVMകൾ മനുഷ്യരോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോ ഹാക്ക് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഇലോൺ മസ്ക് അഭിപ്രായപ്പെട്ടത്. ഇലോൺ മസ്കിന്റേത് സാമാന്യവൽക്കരണമാണെന്നും ഇന്ത്യയിലെ EVMകളിൽ അട്ടിമറി സാധ്യമല്ലെന്നും BJP നേതാവും മുൻ കേന്ദ്ര IT സഹമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയെക്കുറിച്ച് ആശങ്കകൾ ഉയരുന്നുവെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. EVMകൾ ബ്ലാക്ക് ബോക്സ് ആണെന്നും ആർക്കും പരിശോധിക്കാൻ അനുമതിയില്ലെന്നും രാഹുൽ ഗാന്ധിയുടെ വിമർശനം. ലോകത്തെ അറിയപ്പെടുന്ന സാങ്കേതിക വിദഗ്ധർ അട്ടിമറി സാധ്യതകളെക്കുറിച്ച് പറയുമ്പോൾ EVMകൾ ഉപയോഗിക്കണമെന്ന വാശിക്ക് പിന്നിലെ കാരണം BJP വ്യക്തമാക്കണമെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും പറഞ്ഞു. 24 ഡൽഹി. ഭാര്യാമാതാവിന്റെയും ഭാര്യാ സഹോദരന്റെയും വീടുകൾ തീവെച്ച് നശിപ്പിച്ച പ്രതിപിടിയിൽ. ഇടുക്കി പൈനാവ് 56 കോളനിയിൽ കൊച്ചുമലയിൽ അന്നക്കുട്ടി, മകൻ പ്രിൻസ് എന്നിവരുടെ വീടുകൾക്കാണ് നിരപ്പേൽ സന്തോഷ് തീവെച്ചത്. അന്നക്കുട്ടിയെയും ചെറുമകനെയും തീകൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും സന്തോഷ് പ്രതിയാണ്. ഭാര്യ വിവാഹമോചനം ആവശ്യപ്പെട്ടതാണ് ആക്രമണത്തിന് കാരണമെന്ന് സന്തോഷ് പോലീസിന് മൊഴി നൽകി. ഡീസലിൽ മുക്കിയ പന്തത്തിന് തീ കൊളുത്തി സന്തോഷ് വീടുകൾക്ക് നേരെ എറിയുകയായിരുന്നു. തീ പടരുന്നത് കണ്ട അയൽവാസി പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചു. ഒരു 3:45 സമയത്ത് എൻ്റെ മരുമോൻ ഇവിടുന്ന് പന്നിഫാമിലേക്ക് പോകാൻ വേണ്ടി വണ്ടിയായിട്ട് വരുമ്പോൾ ഈ തീ കണ്ടുകൊണ്ട് ആളില്ലല്ലോ എന്ന് കരുതി അവൻ ചവിട്ടി നിർത്തി തിരിഞ്ഞു നോക്കി വീട് കത്തിക്കൊണ്ട് നിൽക്കുക. നമ്മുടെ ആളുകളെ ആരും കാണുന്നില്ല. പെട്ടെന്ന് തന്നെ അടുത്തുള്ള ആളുകളെയും ആളുകളെയൊക്കെ വിളിച്ച് പറഞ്ഞ് സ്റ്റേഷനിലേക്ക് ഫയർഫോഴ്സ് വന്നാൽ തീ അണച്ചത്. സന്തോഷിന്റെ ഭാര്യ മാതാവ് കൊച്ചുമലയിൽ അന്നക്കുട്ടിയുടെ വീട് പൂർണ്ണമായും കത്തി. ജിൻസിന്റെ വീട് ഭാഗികമായി നശിച്ചു. സംഭവ സമയത്ത് 2 വീടുകളിലും ആളില്ലാത്തത് ദുരന്തം ഒഴിവാക്കി. ആക്രമണത്തിന് ശേഷം പ്രതി ബൈക്കിൽ സ്ഥലം വിട്ടു. കേരള തമിഴ്നാട് അതിർത്തിയായ ബോഡിമെറ്റിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. ജൂൺ 5-ന് അന്നക്കുട്ടിയെയും ചെറുമകൾ 2 വയസ്സുകാരി ലിയയെയും സന്തോഷ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ചിരുന്നു. അന്ന് പരിക്കേറ്റ അന്നക്കുട്ടി ചികിത്സ കഴിഞ്ഞെത്തിയെന്ന് കരുതിയാണ് വീണ്ടും സന്തോഷ് ആക്രമണം നടത്തിയതെന്ന് പോലീസ്. പ്രതി തമിഴ്നാട്ടിലെ ഒളിവിൽ താമസിക്കുകയാണ്. പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ഇന്നലെ വീണ്ടും പ്രതി ഈ വീട്ടിലോട്ട് വന്നിട്ട് പെട്രോൾ ഒഴിച്ചിട്ട് വീട് കത്തിച്ചൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. തുടർന്ന് പ്രതി തമിഴ്നാട്ടിൽ വീണ്ടും ഒളിവിൽ പോകുന്നതായിട്ടുള്ള രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് തേനി പോലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പ്രതി നമ്മൾ കസ്റ്റഡിയിലെടുത്തുള്ളത്. അമ്മയുടെ നിർദ്ദേശപ്രകാരം ഭാര്യ പ്രിൻസി വിവാഹമോചനം ആവശ്യപ്പെട്ടതാണ് സന്തോഷിനെ പ്രകോപിപ്പിച്ചത്. പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്ത ശേഷം കോടതിയിൽ ഹാജരാക്കി. 24 ഇടുക്കി. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും മക്കയിൽ ഹജ്ജ് കർമ്മങ്ങൾ പുരോഗമിക്കുകയാണ്. മിനായിലെ ജംറയിൽ കല്ലേറ് കർമ്മം തുടരുകയാണ്. സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നാണ് പെരുന്നാൾ. ഹറം പള്ളികളിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ ലക്ഷക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഇന്നലത്തെ അറഫ സംഗമവും മുസ്ദലിഫയിലെ താമസവും കഴിഞ്ഞ് ഹജ്ജ് തീർത്ഥാടകർ ഇന്ന് രാവിലെ മിനായിൽ തിരിച്ചെത്തി. തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തിരക്കേറിയ ദിവസമാണിന്ന്. മിനായിൽ തിരിച്ചെത്തിയ ഉടനെ ജംറയിൽ കല്ലെറിഞ്ഞുകൊണ്ട് തീർത്ഥാടകർ ഇന്നത്തെ കർമ്മങ്ങൾ ആരംഭിച്ചു.
3 ജംറകളിൽ പ്രധാനപ്പെട്ട ജംറത്തുൽ അഖബയിലാണ് ഇന്ന് കല്ലെറിഞ്ഞത്. ശേഷം മക്കയിലെ ഹറം പള്ളിയിൽ പോയി വിശുദ്ധ കഅബയെ പ്രദക്ഷിണം ചെയ്തു. മുടിയെടുക്കുകയും ബലി നൽകുകയും ചെയ്തു. ഇഹ്റാമിന്റെ പ്രത്യേക വസ്ത്രം മാറ്റി സാധാരണ വസ്ത്രം ധരിച്ചു. ഈ കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കിയ തീർത്ഥാടകർ തമ്പുകളിൽ തന്നെ തിരിച്ചെത്തി. തിരക്കും കാലാവസ്ഥയും കണക്കിലെടുത്ത് പല തീർത്ഥാടകരും ഈ കർമ്മങ്ങൾ മറ്റൊരു സമയത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇനിയുള്ള 3 ദിവസം തീർത്ഥാടകർ മിനായിൽ താമസിച്ച് 3 ജംറകളിലും കല്ലേർ കർമ്മം നിർവഹിക്കും. മുസ്ദലിഫയിൽ നിന്നും മിനായിലേക്കുള്ള വഴിയിൽ ഇന്ത്യയിൽ നിന്നുള്ള പല തീർത്ഥാടകരും കൂട്ടം തെറ്റി. ഇവരെ സഹായിക്കാൻ ഈ വർഷം മിനായിൽ മലയാളി സന്നദ്ധ പ്രവർത്തകരുടെ എണ്ണം കുറവാണ്. അതേസമയം സൗദി ഉൾപ്പെടെ പല രാജ്യങ്ങളും ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. പള്ളികളിലും ഈദ്ഗാഹുകളിലും ബലിപെരുന്നാൾ നമസ്കാരം നടന്നു. 2 ഹറം പള്ളികളിലും നടന്ന പ്രാർത്ഥനകളിൽ ലക്ഷക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. മക്കയിലെ ഹറം പള്ളിയിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിനും ഖുതുബക്കും ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് നേതൃത്വം നൽകി. മദീനയിലെ മസ്ജിദ് നബവി പള്ളിയിൽ ഷെയ്ഖ് ഖാലിദ് ബിൻ സുലൈമാൻ അൽ മെഹ്ന പെരുന്നാൾ നമസ്കാരത്തിനും ഖുതുബക്കും നേതൃത്വം നൽകി. മക്കയിൽ നിന്നും ജലീൽ കണമകലം, 24. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണ പുതുക്കി കേരളത്തിലെ വിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. പള്ളികളിൽ രാവിലെ പെരുന്നാൾ നമസ്കാരം നടക്കും. പെരുന്നാളിനെ വരവേൽക്കാൻ വിപണിയും സജീവമായിട്ടുണ്ട്. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിച്ചു. പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാൾ. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ലഭിച്ച മകൻ ഇസ്മയിലിനെ ദൈവകൽപ്പന പ്രകാരം ബലി കൊടുക്കാൻ തീരുമാനിച്ചെങ്കിലും നബിയുടെ ത്യാഗസന്നദ്ധത കണ്ട് മകനു പകരം ആടിനെ ബലി നൽകാൻ ദൈവം നിർദ്ദേശിച്ചു. ഇതാണ് വിശ്വാസികൾ ബലിപെരുന്നാളായി ആഘോഷിക്കുന്നത്. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഇന്ന് ബക്രീദ് ആഘോഷിക്കുമ്പോൾ കേരളത്തിൽ നാളെയാണ് ബലിപെരുന്നാൾ. രാവിലെ പള്ളികളിൽ പെരുന്നാൾ നമസ്കാരം നടക്കും. അതിനുശേഷം മഹല്ലുകളും പള്ളികളും കേന്ദ്രീകരിച്ച് ബലിയർപ്പണം. തുടർന്ന് മധുരം വിതരണം ചെയ്തും കുടുംബ വീടുകൾ സന്ദർശിച്ചും വിശ്വാസികൾ ആഘോഷത്തിൽ പങ്കുചേരും. തനിക്കുള്ളത് മറ്റുള്ളവർക്കും പങ്കുവയ്ക്കുക എന്ന മഹത്തായ സന്ദേശത്തിൻ്റെ ഭാഗമാകും. സംസ്ഥാനത്ത് പെരുന്നാൾ വിപണിയും സജീവമാണ്. ആഘോഷം പൊടിപൊടിക്കാൻ അവസാനവട്ട ഓട്ടത്തിലാണ് വിശ്വാസികൾ. 24 കോഴിക്കോട്. കുവൈത്ത് ദുരന്തത്തിൽ മരിച്ച 3 മലയാളികളുടെ കൂടി സംസ്കാരം നടന്നു. പത്തനംതിട്ട മേപ്രാൽ സ്വദേശി തോമസ് സി ഉമ്മൻ, കോട്ടയം ഇത്തിത്താനം സ്വദേശി ശ്രീഹരി പ്രദീപ്, പായിപ്പാട് സ്വദേശി ഷിബു വർഗീസ് എന്നിവർക്കാണ് നാട് ഇന്ന് വിടചൊല്ലിയത്. പൊള്ളലേറ്റ് കുവൈത്തിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന 15 മലയാളികൾക്ക് സഹായം ഉറപ്പാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ഗൃഹപ്രവേശനത്തിന് ഒരുങ്ങിയ പുതിയ വീട്ടിൽ അല്പസമയം പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് മേപ്രാലിലെ തോമസ് സി ഉമ്മന്റെ മൃതദേഹം സംസ്കരിച്ചത്. മന്ത്രി വീണ ജോർജ് അടക്കമുള്ള ജനപ്രതിനിധികളും നാട്ടുകാരും അന്തിമോപചാരം അർപ്പിച്ചു. ഉച്ചയ്ക്ക് 2 മണിയോടെ മേപ്രാൽ സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിലായിരുന്നു സംസ്കാരം. കോട്ടയം സ്വദേശി ശ്രീഹരി പ്രദീപിന് വിട നൽകാനും നാടൊന്നായി ഒഴുകിയെത്തി. ഉച്ചയോടെ വീട്ടുവളപ്പിൽ സംസ്കാരം. പായിപ്പാട് സ്വദേശി ഷിബു വർഗീസിന്റെ സംസ്കാരവും ഇന്ന് നടന്നു. കുവൈറ്റ് തീപിടുത്തത്തിൽ പൊള്ളലേറ്റ 15 മലയാളികൾ ചികിത്സയിലുണ്ടെന്നും ഇവർക്ക് സർക്കാർ ചികിത്സാ സഹായം ഉറപ്പാക്കുമെന്നും മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. 24 കോട്ടയം, പത്തനംതിട്ട. പാഠപുസ്തകത്തിൽ ബാബറി മസ്ജിദിന്റെ പേര് വെട്ടി NCERT 3 മിനാരങ്ങളുള്ള കെട്ടിടം എന്നാണ് +2 പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിൽ മസ്ജിദിനെ കുറിച്ച് പരാമർശിക്കുന്നത്. കുട്ടികളെ കലാപത്തെക്കുറിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാണ് NCERTയുടെ ന്യായീകരണം. പാഠപുസ്തകങ്ങളിൽ ചരിത്രം മാറ്റിയിടുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് +2 പൊളിറ്റിക്കൽ സയൻസ് പുസ്തകത്തിലെ വെട്ടിമാറ്റൽ. 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച പള്ളി എന്നതിനു പകരം 3 മിനാരങ്ങളുള്ള കെട്ടിടമെന്നാണ് ബാബറി മസ്ജിദിനെ കുറിച്ചുള്ള പരാമർശം. ബാബറി മസ്ജിദ് എന്ന പേരും പള്ളി തകർത്തുമായി ബന്ധപ്പെട്ട പത്രവാർത്തകളും പുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കി. കെട്ടിടത്തിനകത്തും പുറത്തും ഹിന്ദു ചിഹ്നങ്ങളും അവശിഷ്ടങ്ങളും കാണാൻ സാധിച്ചിരുന്നുവെന്ന് പുസ്തകത്തിൽ പറയുന്നു. ഗുജറാത്തിലെ സോംനാഥിൽ നിന്ന് അയോധ്യ വരെയുള്ള BJP രഥയാത്ര, ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിനെ തുടർന്നുണ്ടായ കലാപം, BJPയുടെ ഖേദപ്രകടനം, 1994 സുപ്രീം കോടതി വിധിയിലെ വിദഗ്ധാഭിപ്രായങ്ങൾ, ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി കല്യാൺ സിംഗിനെതിരായ സുപ്രീം കോടതി നടപടി തുടങ്ങിയവ പാഠപുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കി. നേരത്തെ ബാബറി മസ്ജിദ് പരാമർശിക്കുന്ന 3 ഭാഗങ്ങൾ NCERT നീക്കം ചെയ്തിരുന്നു. 2014 ശേഷം ഇത് 4ാം തവണയാണ് NCERT പാഠപുസ്തകം തിരുത്തുന്നത്. നടപടി വിവാദമായതിനു പിന്നാലെ വിശദീകരണവുമായി NCERT രംഗത്ത് വന്നു. പാഠ്യപദ്ധതി കാവ്യവൽക്കരിക്കാൻ ശ്രമമെന്ന ആരോപണം നിഷേധിച്ചു. വസ്തുതകൾ കണക്കിലെടുത്തുള്ള മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളതെന്ന് NCERT ഡയറക്ടർ ദിനേശ് പ്രസാദ് സക്ലാനി പറഞ്ഞു. 24 ഡൽഹി. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. കർണാടകയിൽ ഇന്ധനവില വർധനവിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങുകയാണ് പ്രതിപക്ഷം.
BJPയുടെ നേതൃത്വത്തിൽ നാളെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കും എന്നാണ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. നികുതി വർദ്ധിപ്പിച്ചതോടെയാണ് പെട്രോളിനും ഡീസലിനും വില കൂടിയത്. ഇന്ധനവില വർധന പ്രാബല്യത്തിൽ വന്നതോടെ വ്യാപക പ്രതിഷേധമാണ് കർണാടകയിൽ ഉയരുന്നത്. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടിക്കു പിന്നാലെ ജനങ്ങൾക്ക് കോൺഗ്രസ് സർക്കാർ നൽകിയ ഇരുട്ടടിയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. BJPയും JDSഉം സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഗ്യാരണ്ടികൾ നടപ്പിലാക്കാൻ ജനങ്ങളെ തന്നെ കൊള്ളയടിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി വിമർശിച്ചു. ക്ഷേമ പദ്ധതികൾക്കായി പണം കണ്ടെത്തുകയാണ് ലക്ഷ്യമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം. വിൽപ്പന നികുതി വർദ്ധിപ്പിച്ചതോടെ പെട്രോൾ ലിറ്ററിന് 3 രൂപയും ഡീസലിന് 3 രൂപ 50 പൈസയുമാണ് വില ഉയർന്നത്. ബംഗളൂരുവിൽ പെട്രോളിന് 102.86 രൂപയും ഡീസലിന് 88.94 രൂപയുമാണ് പുതുക്കിയ വില. പ്രതിവർഷം 2500 മുതൽ 2800 കോടി രൂപയുടെ അധിക വരുമാനമാണ് നികുതി വർധനയിലൂടെ സർക്കാരിന് ലഭിക്കുക. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കർണാടകയിൽ നടപ്പിലാക്കിയ 5 ഗ്യാരണ്ടികൾ വലിയ നേട്ടമായാണ് കോൺഗ്രസ് അവതരിപ്പിക്കുന്നത്. എന്നാൽ അത്തരം ക്ഷേമ പദ്ധതികൾക്ക് പണം കണ്ടെത്തുന്നതിനായി ഇന്ധനവില വർദ്ധിപ്പിക്കുന്നുവെന്ന വാദത്തിന് ജനങ്ങളുടെ അംഗീകാരം ലഭിക്കാൻ സാധ്യത കുറവാണ്. ബംഗളൂരുവിൽ നിന്ന് ഷജിൽ ഗുരുവായൂരിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. കായിക വാർത്തകളിലേക്ക് വന്നാൽ യൂറോ കപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് ഇന്ന് ആദ്യ മത്സരത്തിന് ഇറങ്ങാൻ പോവുകയാണ്. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ സെർബിയയാണ് എതിരാളികൾ. പോളണ്ട് നെതർലാൻഡ്സിനെയും, രാത്രി 9:30 സ്ലൊവേനിയ ഡെൻമാർക്കിനെയും നേരിടും. ഇതോടെ പ്രൈം ടൈം ന്യൂസിന്റെ സമയം പൂർത്തിയാവുകയാണ്. ഇന്ന് സംഭവിച്ചത് കാണാം. പ്രേക്ഷകർക്കൊപ്പം അനുജ രാജേഷ് എത്തും. നമസ്കാരം.